അഹമ്മദാബാദിൽ ഈ അടുത്ത് സംഭവിച്ച ആ വലിയ വിമാന ദുരന്തത്തെക്കുറിച്ചാണല്ലോ നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ, ആ എയർ ഇന്ത്യയുടെ AI-171. അതെ, ലണ്ടനിലേക്കുള്ള ബോയിംഗ് 787 ഡ്രീം ലൈനർ ജൂൺ 12 പറന്നുയർന്ന ഉടനെ തകർന്നു വീഴാ സംഭവം. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്കും പ്രത്യാഘാതങ്ങളിലേക്കും ഒന്ന് ആഴത്തിൽ നോക്കാമല്ലേ? തീർച്ചയായും. നിങ്ങൾ തന്ന ആ വിവരങ്ങൾ വെച്ചു നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. 242 പേരുണ്ടായിരുന്നു ആ വിമാനത്തിൽ. അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു, ബാക്കി എല്ലാവരും മരണപ്പെട്ടു. അതെ. അത് മാത്രമല്ല, നിലത്തും ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി. ശരിയാണ്, അത് വലിയൊരു ആഘാതമായിരുന്നു. പിന്നെ ഈ ബോയിംഗ് 787 ഡ്രീം ലൈനർ, അത്രയും ആധുനികമായൊരു വിമാനം, അതിനിങ്ങനെയൊന്ന് സംഭവിച്ചു എന്നത്. അതെ, അതാണ് ശ്രദ്ധേയം. 787ന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മാരകമായ അപകടമാണിത്. ശരിക്കും ആദ്യത്തേതോ? അതെ, അതുകൊണ്ടുതന്നെ ഇതിന് പ്രാധാന്യം കൂടുതലാണ്. ആ അത്ഭുതകരമായ രക്ഷപ്പെട്ട ഒരാളുടെ കാര്യം, അത് നമ്മൾക്ക് സംസാരിക്കണം. ഉറപ്പായും. അപ്പോ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഒരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ബന്ധം പോയി. അയ്യോ. പിന്നെ അറിയുന്നത്, വിമാനം മേഘാനി നഗറിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുണ്ടല്ലോ, അതിനോട് ചേർന്നുള്ള ഒരു ജനവാസ മേഖലയിലേക്കാണ് തകർന്നു വീണത്. ഹോസ്റ്റലിനടുത്തേക്കോ? അപ്പൊ അവിടെ ആളുകള്? അതെ, അതാണ് ഏറ്റവും വലിയ ട്രാജഡി. വലിയൊരു സ്ഫോടനം, തീഗോളം, അതൊക്കെ ദൃക്സാക്ഷികൾ കണ്ടു. ഓഹോ. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും മരിച്ചു. പിന്നെ നിലത്ത്, ആ ഹോസ്റ്റൽ കെട്ടിടത്തിലും പരിസരത്തുമായിട്ട് ഏകദേശം ഒരു 38 പേരോളം. 38 പേർ? അതെ, അതും താമസക്കാരും വിദ്യാർത്ഥികളുമൊക്കെ. വിദ്യാർത്ഥികളോ? ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും അതിൽപ്പെടുന്നുണ്ട്. വളരെ വേദനാജനകമായ കാര്യമാണത്. ശരിക്കും സംവളകരമാണ്. ഏകദേശം 60ഓളം പേർക്ക് പരിക്കേറ്റു. കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, അതിനൊക്കെ ഒരുപാട് നാശനഷ്ടം പറ്റി. ഇത്രയും വലിയൊരു ദുരന്തത്തിനിടയിലും ഒരാള് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്, അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. വിശ്വാസ് കുമാർ രമേശ് അല്ലേ? അതെ, അത് ശരിയാണ്. 40 വയസ്സുള്ള വിശ്വാസ് കുമാർ രമേശ് ഒരു ബ്രിട്ടീഷ് പൗരനാണ്. ഓഹോ. അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നല്ല ഗുരുതരമായ പരിക്കുകളുണ്ട്, എന്നാലും ഇപ്പോൾ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് അറിയുന്നത്. എങ്ങനെയായിരിക്കും അദ്ദേഹം മാത്രം രക്ഷപ്പെട്ടത്? അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. ശരിക്കും ഒരു അത്ഭുതമെന്നേ പറയാൻ പറ്റൂ. ഈ തകർച്ചയുടെ കാരണം, അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമായി എന്നാണ് കരുതുന്നത്. 2 എഞ്ചിനും ഒരുമിച്ചോ? അതെ, അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. ശരിയാണ്. അത്യാവശ്യ സിസ്റ്റങ്ങൾക്ക് പവർ കൊടുക്കാൻ വേണ്ടി വിമാനത്തിന്റെ അടിയിൽ നിന്നൊരു ചെറിയ ടർബൈൻ പുറത്തേക്ക് വരും. റാം എയർ ടർബൈൻ, അഥവാ RAT എന്ന് പറയും. കേട്ടിട്ടുണ്ട്. അത് പ്രവർത്തിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. അപ്പോ ഇത് വിരൽ ചൂണ്ടുന്നത് വളരെ ഗുരുതരമായ, അപ്രതീക്ഷിതമായ ഒരു സാങ്കേതിക തകരാറിലേക്കാണ്. അപ്പോൾ ഈ ബോയിംഗ് 787ന്റെ സുരക്ഷ, അതിനെപ്പറ്റി സ്വാഭാവികമായും ചോദ്യങ്ങൾ വരുമല്ലോ. തീർച്ചയായും വരും. കാരണം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും പുതിയ വിമാനങ്ങളിലൊന്നായിട്ടാണ് 787നെ കണക്കാക്കുന്നത്. അപ്പോ അതിന്റെ ആദ്യത്തെ ഈ മാരകമായ അപകടം വ്യോമയാനരംഗത്ത് വലിയ ചർച്ചകൾക്കിത് കാരണമായിട്ടുണ്ട്. ഡിസൈനിലോ നിർമ്മാണത്തിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ്. ഈ അപകടത്തിനിടയിലും പൈലറ്റിന്റെ ഒരു ധീരതയെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. ക്യാപ്റ്റൻ സുമീത് സബർവാൾ. ശരിയാണ്, 56 വയസ്സുകാരനായ ക്യാപ്റ്റൻ സുമീത് സബർവാൾ. അദ്ദേഹം അവസാന നിമിഷം വരെ വിമാനം നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഓഹോ. അദ്ദേഹം മേഡേ സന്ദേശം അയച്ചിരുന്നു, അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള ആ അടിയന്തര സഹായാഭ്യർത്ഥന. പിന്നെ ഏറ്റവും പ്രധാനം, കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു ഭാഗത്തുനിന്ന് വിമാനം വെട്ടിച്ചു മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നു. ഒരുപക്ഷേ അത് നിലത്തുണ്ടായ ആൾനാശം കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ഒരു ഹീറോയായിട്ടാണ് പലരും ഇപ്പോൾ കാണുന്നത്. ശരിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ചാൾസ് രാജാവ്, ഇവരെല്ലാവരും അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ അന്വേഷണം അതെവിടെ വരെയായി? ഇന്ത്യയുടെ DGCA, അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അവരാണ് അന്വേഷിക്കുന്നത്. അന്താരാഷ്ട്ര വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട്. ബോയിംഗ് കമ്പനിയും എയർ ഇന്ത്യയും പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്നും പറയുന്നു. ബ്ലാക്ക് ബോക്സ് ഒക്കെ കിട്ടിയോ? അതെ, വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഡാറ്റ വിശകലനം ചെയ്യുമ്പോൾ തകർച്ചയുടെ യഥാർത്ഥ കാരണം അത് കണ്ടെത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. മറ്റ് 7-8 വിമാനങ്ങള്? ആഹാ,
മറ്റ് 7-8 വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനകളും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളുടെ പ്രാധാന്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങള്, ഈ ദുരന്തത്തിന്റെ ഒരു ഭീകരത, പിന്നെ ആ അത്ഭുതകരമായ അതിജീവനം, പൈലറ്റിന്റെ അവസാന നിമിഷത്തിലെ ആ ഒരു ധീരത, അതോടൊപ്പം ഈ ബോയിങ് 787 പോലുള്ളൊരു വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ, അല്ലേ? അതെ, തീർച്ചയായും. ഇതെല്ലാം ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്. അപ്പോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ ഒരു ചിന്ത വരാം. അതായത്, ഈ സാങ്കേതിക തകരാറുകളെക്കുറിച്ചുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ അതിനപ്പുറം ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിൽ മറ്റു ഘടകങ്ങൾ, അതായത് കൃത്യമായ പരിശോധനകൾ, പൈലറ്റുമാരുടെ പരിശീലനം, എയർ ട്രാഫിക് കൺട്രോളിന്റെ പങ്ക്, ശരിയാണ്. എന്തിനധികം വിമാന നിർമ്മാണത്തിൽ ആ ഗുണമേന്മ ഉറപ്പാക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം എത്രത്തോളം പങ്കുണ്ട്? ഈയൊരു പ്രത്യേക അപകടത്തിൽ നിന്ന് ലോകമെമ്പാടുമുള്ള വിമാനയാത്രകൾ, അതിന്റെ സുരക്ഷ കൂട്ടാൻ എന്തൊക്കെ പുതിയ പാഠങ്ങൾ പഠിക്കാൻ പറ്റും? അതൊന്ന് ആലോചിച്ച് നോക്കാവുന്നൊരു കാര്യമാണ്.